ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം കാത്തുകിടന്നാണ് ഇതിലെ വാഹനങ്ങൾ കടന്നുപോകുന്നത്. രാവിലെയും വൈകുന്നേരവുമാണ് പേരാമ്പ്ര ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. പേരാമ്പ്ര പമ്പ് പരിസരം മുതൽ കൊടകര മേൽപ്പാലം വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഫലമാണ് ഇവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പേരാമ്പ്ര സ്വദേശി ജോജു ചെങ്ങിനിയാടൻ പറഞ്ഞു. ഇവിടെ ഭയങ്കര ദുരിതമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവരും ഹൈവേ കൂടെ പോണവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ടൊരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത്. ഇന്നിപ്പോ ആ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ആളുടെ പെങ്ങള് എന്റെ കൂടെ പഠിച്ചതാണ്. എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേക്കാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത്. ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദിവസം പോണ സ്ഥലമാണ്. അവിടെ ആ സ്ലാബിന്റെ ഇടയിൽ പെട്ട് ആള് റോഡിലേക്ക് മറിഞ്ഞു വീണിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഇത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു മരണമാണ്. അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര പെട്രോൾ പമ്പ് മുതൽ അപ്പോളോ ഫാക്ടറി വരെ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഏറെ ക്ലേശം അനുഭവിക്കുകയാണ്. സർവീസ് റോഡരികിലെ കാണിക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ പൊട്ടുന്നതും ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. കാണിക്ക് മുകളിലെ തകർന്ന സ്ലാബ് പുനർനിർമ്മിച്ചപ്പോൾ അതിനു സമീപം വെച്ചിരുന്ന കോൺക്രീറ്റ് ബാരിയറിൽ തട്ടി ലോറിക്കടിയിലേക്ക് വീണ് ശനിയാഴ്ച ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിരുന്നു. ദേശീയപാത അധികൃതരുടെ അശ്രദ്ധയും നിരുത്തരവാദപരമായ നിലപാടുമാണ് മരണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്താൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചിട്ട് അതിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ വലിയ വണ്ടികള് ആ കോട്ടയിൽ നിന്ന് തിരിഞ്ഞു പോകാവുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ബ്ലോക്ക് കുറെ കുറഞ്ഞു കിട്ടും. ഞാനിതിലെ ദിവസവും സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങോട്ട് ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാണ്. പല ദിവസങ്ങളിലും 2 മണിക്കൂറും 1.5 മണിക്കൂറും കിടന്നിട്ടാണ് ഈ ഒരു ചെറിയ പോയിന്റ് കടന്നു പോകാൻ പറ്റണത്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ കാണുന്നുണ്ട് ആശുപത്രി പോണ ആംബുലൻസുകൾ, അടിയന്തരമായിട്ട് പോണ പല ആളുകളും ഇതിന്റെ ഇടയിൽ കിടന്ന് പ്രാവണത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള ഭാരവാഹനങ്ങൾ വല്ലപ്പാടി കനകമല മേച്ചിറ വഴി തിരിച്ചുവിട്ടാൽ പേരാമ്പ്രയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ചാലക്കുടി ഭാഗത്തുനിന്ന് കൊടകരയിലേക്ക് വരുന്ന ഭാരവാഹനങ്ങളെ പോട്ട ആളൂർ വഴി കൊടകരയിലേക്ക് തിരിച്ചുവിട്ട് ഗതാഗതം ക്രമീകരിച്ചാൽ ചെറുവാഹനങ്ങൾക്കും ബസ്സുകൾക്കും പേരാമ്പ്രയിലൂടെ സുഗമമായി കടന്നുപോകാൻ കഴിയും. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 മാസം മുമ്പ് അധികൃതർ തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപ്പാക്കിയില്ല. കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര.